അപ്പോസ്തല പ്രവൃത്തികൾ 4-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. അതിപ്രകാരമാണ്: സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും തൻ്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാരായ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ പ്രാർത്ഥനയുടെ കാരണം സൗഖ്യം നടക്കാഞ്ഞിട്ടല്ല, അത്ഭുതങ്ങൾ നടക്കാഞ്ഞിട്ടല്ല, മുടന്തർ എഴുന്നേൽക്കാഞ്ഞിട്ടല്ല, കുരുടർ കാണാഞ്ഞിട്ടല്ല, പകരം സഭയ്ക്കെതിരെ പീഡകൻ എഴുന്നേറ്റപ്പോൾ അവർ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണിത്. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത പ്രതിസന്ധികൾ മാറണമേ എന്നല്ല അവർ പ്രാർത്ഥിച്ചത്, പ്രശ്നങ്ങൾ മാറണമേ എന്നല്ല പ്രാർത്ഥിച്ചത്, അവർക്കെതിരെ നിന്ന വ്യക്തികൾ ആ സ്ഥാനത്ത് നിന്ന് മാറണമെന്നല്ല അവർ പ്രാർത്ഥിച്ചത്. പകരം സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാരായ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ പ്രതിസന്ധിയിലും ഈ പ്രശ്നത്തിലും നിന്റെ വചനം അത് പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ കൃപ നൽകണമേ. ബൈബിളിൽ വളരെ കുറച്ചെടുത്ത് മാത്രമേ അവർ ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങിയെന്ന് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ, താഴോട്ട് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അവർ ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങി. അവിടെ താഴോട്ട് അധ്യായങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാർ ധൈര്യത്തോടെ വചനം പ്രസ്താവിച്ചു തുടങ്ങി. അവർ ശക്തിയോടെ എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, അവർ മഹാശക്തിയോടെ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ഇടയായി. ദൈവമക്കളെ, പ്രതിസന്ധികൾ മാറണമേ എന്നുള്ള പ്രാർത്ഥനകളെക്കാളും ഈ പ്രതിസന്ധിയെ ഓവർകം ചെയ്യാനുള്ള ഒരു ദൈവകൃപ നീ എനിക്ക് തരണമേ എന്ന് നാം ദൈവത്തോട് ചോദിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അതിനെ ഓവർകം ചെയ്യുവാൻ, അതിനെ അതിജീവിക്കുവാൻ ദാവീദ് പറഞ്ഞതുപോലെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കുമെന്ന് പറഞ്ഞതുപോലെ ചില പ്രതിസന്ധികളെ ചാടിക്കടക്കുവാൻ, ഓവർകം ചെയ്യുവാൻ ദൈവത്തിന്റെ കൃപ നിങ്ങൾ ചോദിക്കുമെങ്കിൽ നിശ്ചയമായും അത് പകരുവാൻ ദൈവം ശക്തനാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ അത്യന്ത ശക്തിയാൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. പ്രശ്നങ്ങൾ മാറുകല്ല, അതിനെ ചാടിക്കടക്കുവാൻ, അതിനെ ഓവർകം ചെയ്യാൻ, അതിന്റെ നടുവിലും ധൈര്യത്തോടെ നിൽക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.